السلام عليكم ورحمة الله تعالى وبركاته. بسم الله توكلت على الله. اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ടവരെ തൊട്ടുള്ള ഹദീസ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറജ മിൻ ബൈതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതായ സമയത്ത് പറയാറുണ്ടായിരുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് കൊണ്ടാണ് ഞാൻ പുറപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ മേൽ മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല, അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുകയാണ്. അൻ അളില്ല ഔ ഉളല്ല, അലിഞ്ഞ് തിരിഞ്ഞ് നടക്കുക എന്നതിനെ തൊട്ടും അതേപോലെ തന്നെ വഴി പിഴച്ചു പോവുക എന്നതിനെ തൊട്ട് ഞാൻ കാവലിനെ തേടുകയാണ്. ഔ അസില്ല ഔ ഉസല്ല, അബദ്ധത്തിൽ പെട്ടുപോവുകയോ അതേപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയോ, ഇത്തരത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. ഔ അള്ളിമ ഔ ഉള്ളിലമ, ആക്രമിക്കുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. ഔ അജ്ഹല ഔ യുജ്ഹല, വിഡ്ഢിത്തം ചെയ്തു പോവുകയോ അവിവേകം ചെയ്യപ്പെടുകയോ ഈ കാര്യത്തെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവലിനെ തേടുകയാണ്. ഈ ഒരു പ്രാർത്ഥനയിലൂടെ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങുന്നതായ സമയത്ത് തിരിച്ച് എത്തുന്നതുവരെ കാവൽ നമ്മൾക്ക് വളരെ അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളും ചില സന്ദർഭങ്ങളും മൊത്തം വരുന്നതായ സമയത്ത് പലതും സംഭവിക്കാൻ സാധ്യതകളുള്ളതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടിക്കൊണ്ടായിരിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വന്നതായ വളരെ പ്രധാനപ്പെട്ട ഒരു സിക്റും കൂടിയാണ് ഇവിടെ ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിനം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതായ സമയത്ത് ഈ ഒരു സിക്ർ പതിവാക്കുകയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ശേഖരിച്ചെടുക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്ന വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.